പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരുണയുടെ നൊവേനയുടെ ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ ആ നൊവേനയുടെ, കരുണയുടെ ജപമാലയുടെ ഓർമ്മ വന്നേ പറ്റൂ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനം അതാണ്. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊരു കരുണയോടുകൂടെ തന്നിലേക്ക് മഗ്ദലനയെ തിരിച്ചെടുക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മറിയം, അവൻ വിളിച്ചപ്പോൾ അവൾ റബ്ബോനി എന്ന് തിരികെ വിളിക്കാനും മാത്രമുള്ള സ്നേഹം ആ വിളിയിൽ നിറഞ്ഞിരുന്നു എന്നുള്ളത്. എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ടുപോയി എന്നുള്ളതായിരുന്നു മഗ്ദലനയുടെ പ്രയാസം. ദൈവം നഷ്ടപ്പെട്ടാൽ പിന്നെ മനുഷ്യർക്ക് എന്ത് സന്തോഷം, എന്ത് പ്രത്യാശ, എന്ത് സ്നേഹം, എന്ത് ജീവിതത്തിന് മുന്നോട്ട് പോക്ക്. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കർത്താവ് ഇങ്ങനെ തിരികെ എടുക്കുന്ന ഒരു ഒറ്റ വിളിയുണ്ട് മറിയം. അതുപോലെ സ്നേഹത്തോടെ അവളെ വേറെ ആരും വിളിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു സ്നേഹത്തിലേക്ക് തിരിച്ചു ചെല്ലാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ പശ്ചാത്താപത്തിൻ്റെ വിളിയുമായിട്ടാണ് ഒന്നാമത്തെ വായനയിൽ പത്രോസ്ലിഹയും കൂട്ടുകാരും നിൽക്കണേ. യഹൂദരോട് ഉച്ചസ്വരത്തിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയണത്, നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവൻ വ്യക്തമായി അറിയട്ടെ. എന്തൊരു ധൈര്യമാണെന്ന് നോക്കണം. ദൈവത്തെ കിട്ടിക്കഴിയുമ്പോൾ, കർത്താവിനെ കിട്ടിക്കഴിയുമ്പോൾ, ഉദ്ധാനം ചെയ്തവനെ അനുഭവിച്ചു കഴിയുമ്പോൾ ഈ മനുഷ്യരുടെ ജീവിതത്തിൽ വരണത്. ഇത്രയും നാൾ ആരെ ഓർത്തിട്ടാണോ അവർ ഭയപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ, മുറിയുടെ ഉള്ളിൽ അടച്ചിരുന്നത്, ആ കർത്താവിനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ആരെയാണോ അവർ പേടിച്ചിരുന്നത് അതേ യഹൂദ ജനത്തിൻ്റെ മുൻപിലേക്ക് ചെല്ലണേ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നതെന്ന് ധൈര്യത്തോടുകൂടെ വിളിച്ചു പറയുന്നത്. ഇങ്ങനെ ഈശോയിലേക്ക് മടങ്ങി ചെല്ലുന്നതാണ്. അവർ ചോദിക്കുന്നുണ്ട്, ഹൃദയം നുറങ്ങിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറ. പത്രോസ്ലീഹ പറയണത് നിങ്ങൾ പശ്ചാത്തപിക്കുക എന്നുള്ളതാണ്. പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഈ തമ്പുരാനെ തിരികെ കിട്ടുക എന്നുള്ളത്, നിങ്ങൾ മനസ്സിലാക്കാതെ പോയ ആ കർത്താവിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത്, തിരികെ പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. സുവിശേഷവും ഒന്നാമത്തെ വായനയും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. പശ്ചാത്തപിക്കുവിൻ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിക്കും. അപ്പോൾ ലഭിക്കാൻ പോകുന്ന കൃപയെക്കുറിച്ച് കൂടെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തും. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിലേക്ക് തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ, കർത്താവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ, കർത്താവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ, ഈശോയുടെ സ്വന്തമായി ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവിടെ ഹൈലൈറ്റ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ആരൊക്കെ കർത്താവിലേക്ക് ചെല്ലുന്നോ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം ലഭിക്കും. എന്തൊരു കൃപയാണ്! ഈശോയെ തന്നെ കിട്ടുന്നു, ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹായകനെ കിട്ടുന്നു. ഇതിൽ നിന്നിങ്ങനെ മുഖം തിരിച്ചു നിൽക്കാതെ ഇനിയെങ്കിലും അവനിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ, വാണിംഗ് അവരുടെ വാക്കുകളിലുണ്ട്. അതായത് പിന്നീടുള്ള വചനം കാരണം ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ദൈവത്തെ വേണ്ട എന്ന് പറഞ്ഞ് ഈശോയ്ക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന, കർത്താവിന് സമയം കൊടുക്കാനില്ലാത്ത, ഈ എൻ്റെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഈശോ എന്നുള്ള ചിന്തയുമായിട്ട് ജീവിക്കുന്ന, പള്ളി, പരിശുദ്ധ കുർബാന ഒക്കെ സമയമുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി നിർത്തുന്ന, ക്രിസ്തുവിനെ മാറ്റി നിർത്തുന്ന ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ കർത്താവിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയെ നമ്മൾ സുവിശേഷത്തിൽ കാണും, മഗ്ദലേന. ഇവിടെ പൗലോസ്ലീഹ പറയണത്, നിങ്ങളിതുവരെ കർത്താവിനെ മനസ്സിലാക്കിയിട്ടില്ല, കർത്താവിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ടില്ല, അവൻ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വരാൻ പറയുമ്പോൾ, നഷ്ടപ്പെട്ടു പോയ കർത്താവിന് വേണ്ടിയിട്ട് ദാഹത്തോടുകൂടെ, കണ്ണീരോടുകൂടി ഇരിക്കുന്ന ഒരാൾ നമ്മൾ കാണും. കർത്താവിനെ നമുക്ക് നിരാശ കൊണ്ട് നഷ്ടപ്പെടാമെന്നുകൂടെ ഉള്ള ഓർമ്മപ്പെടുത്തലാണ്. അറിവില്ലായ്മ കൊണ്ടും
ഈശോ ഇങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും പാപങ്ങളിൽ ജീവിച്ചുകൊണ്ടും ദൈവത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെടാം. ഒപ്പം തന്നെ നിരാശയുടെ കണ്ണീര് നിൻ്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിൻ്റെ മുൻപിൽ നിൽക്കുന്ന ഉദ്ധിതനായിട്ടുള്ള ക്രിസ്തുവിനെ നിനക്ക് കാണാൻ പറ്റില്ല. ശരിക്കും ഈശോ മുമ്പിൽ നിന്നിട്ട് ആളെ മനസ്സിലാവണില്ലല്ലോ മഗ്ദലനയ്ക്ക്. കാരണം അവരുടെ കണ്ണ് നിറഞ്ഞിരുന്നത് നിരാശയുടെ കണ്ണീരുകൊണ്ടാണ്. നമുക്ക് ദൈവത്തെ നഷ്ടപ്പെടുന്നത് പാപം കൊണ്ട് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ഉള്ളിലെ സ്വർഗീയ അനുഭവം നഷ്ടപ്പെടുത്തി കളയുന്ന നിരാശ കൊണ്ടുകൂടെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് വചനം. നിരാശയും പ്രത്യാശയില്ലായ്മയും സങ്കടങ്ങളും ആവശ്യത്തിലധികമായിട്ടുള്ള ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ എൻ്റെ കർത്താവിനെ എന്നിൽ നിന്ന് എടുത്തു മാറ്റും. കർത്താവെ, തിരികെ വരാൻ, അങ്ങ് തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് വരാൻ മനസ്സാകണേ എന്ന് പ്രാർത്ഥിക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഈശോയെ, എഴുന്നള്ളി വരണമേ എന്ന്, ഞങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്ക് ദർശനം തരണമേ എന്ന്, അങ്ങിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള കൃപ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ സ്വന്തമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യം. എൻ്റെ ഈശോയെ സ്വന്തമാക്കുക, എൻ്റെ കർത്താവിനെ അവരെടുത്തു കൊണ്ടുപോയി എന്ന ഇടത്ത് നിന്ന് ഈശോയെ കണ്ട് എൻ്റെ കർത്താവെ, എൻ്റെ റബ്ബോനി, അങ്ങനെ ആ ഒരു അടുപ്പം കൊണ്ട് വിളിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈശോയെ കണ്ടുമുട്ടാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. എൻ്റെ കർത്താവിനെ ഞാൻ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കട്ടെ. അജ്ഞതയോ പാപങ്ങളോ കണ്ണീരോ സങ്കടങ്ങളോ ഉത്കണ്ഠകളോ എൻ്റെ തമ്പുരാനെ എന്നിൽ നിന്ന് അപഹരിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അവിടുത്തെ ദർശനത്തിനായി, ആശീർവാദത്തിനായി പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥന അവിടുത്തെ കാരുണ്യത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി തന്നെയാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ട് തുടിക്കുന്ന, എന്നോടുള്ള കരുണയുടെ കടാക്ഷവുമായി നിൽക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.